ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് എൻ്റെ അമ്മ ഉണ്ടാക്കണ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ചിക്കൻ വരട്ടാണ്. അപ്പോൾ നമുക്ക് ഈ മഴക്കാലത്തൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു കിഡിലൻ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ പോകുമ്പോൾ അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ അമ്മ പാഴ്സലായിട്ട് ഉണ്ടാക്കിയിട്ട് തലേദിവസം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് പിറ്റേ ദിവസത്തേക്ക് ഇങ്ങോട്ട് കൊടുത്തയക്കാറുള്ള റെസിപ്പി കൂടിയാണ്. നമുക്ക് 2-3 ദിവസം നമുക്കൊന്ന് ചൂടാക്കി കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ പച്ചക്കറികളൊന്നും ആവശ്യമില്ല. സിമ്പിളാണ്. ഒരു അരപ്പുണ്ടാക്കുക, അതിട്ടിട്ട് നമ്മൾ നന്നായി വരട്ടിയെടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ നാടൻ ചിക്കൻ ഉപയോഗിച്ചിട്ടാണ് ഇത് മെയിനായിട്ട് ഉണ്ടാക്കാറുള്ളത്. ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് നാടൻ ചിക്കനൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സാദാ ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കണത് കേട്ടോ. പക്ഷേ നാടൻ ചിക്കൻ വെക്കുകയാണെങ്കിൽ സൂപ്പറാണ്. അപ്പോൾ നമ്മളിതിൽ മുളക് പൊടി അങ്ങനത്തെ മസാലപ്പൊടികളില്ലേ ചേർക്കണില്ല. കുരുമുളകാണ് എരിവിന് വേണ്ടി ചേർക്കണത്. അപ്പോൾ ഇതിൽ ഓരോ ഇൻഗ്രീഡിയൻസും പല ടൈമിലാണ് ചേർക്കണത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഏത് ടൈമിലാണ് ഏതൊക്കെ ഇടേണ്ടത് എന്നുള്ളത് നമുക്ക് അപ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ലാസ്റ്റ് വരെ കാണുക. അപ്പോൾ നമുക്ക് ചിക്കൻ വരട്ടിയത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് നമ്മൾ കഴുകി ഉപ്പും വിനാഗിരിയൊക്കെ ഇട്ടിട്ട് കഴുകി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം ഞാൻ ഇത് ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കണത് അതേ സെയിം പാത്രത്തിലാണ് ഇട്ട് കൊടുക്കണത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് ഉപ്പ്, പിന്നെ നമുക്ക് 2-3 തണ്ട് വേപ്പിൻ്റെ ഇലയും കൂടിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഈ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാതും കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് കൈ വെച്ചിട്ട് തന്നെ തിരുമ്മി യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇത് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ചിക്കൻ വരട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് അതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അരമുറി തേങ്ങ ചെരുകി എടുത്തതുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് നല്ല ജീരകം, അതുപോലെ തന്നെ കടുക്, അതും 1 ടീസ്പൂണ്. അതിലേക്ക് 2.5 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂണ് കുരുമുളകാണ്. 1 ടീസ്പൂണ് 1.5 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് അല്ലെച്ചിങ്ങ ആദ്യം നമ്മൾ 1 ടീസ്പൂണ് കുരുമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് പൊടിയായിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഇവിടെ 1.5 ടീസ്പൂണ് കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് അരപ്പിന് വേണ്ട സാധനങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇനി നമുക്കത് മിക്സി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ നന്നായിട്ട് അരപ്പ് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ ആ കടുകിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ജീരകത്തിൻ്റെയും ഒക്കെ നല്ലൊരു മണം, എല്ലാതും കൂടിയുള്ള ഒരു മണം നമ്മുടെ മൂക്കിലേക്ക് അടിക്കും. ഇനി നമുക്ക് ഇത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ ഇറച്ചി, അതിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ 2 പ്രാവശ്യമായിട്ടാണ് അരപ്പ് അരച്ചെടുത്തത്. അപ്പോൾ അത് രണ്ടും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ചിക്കൻ വെന്ത് വരാൻ വേണ്ടിയിട്ട് നമുക്ക് സ്വല്പം വെള്ളം ആവശ്യമില്ല. അപ്പോൾ ഈ മിക്സിയുടെ ജാറിനൊന്ന് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്, ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇതൊക്കെ ഒന്ന് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. എന്താ വെച്ചെങ്കിൽ ഇത് നമ്മളെ നാടൻ ചിക്കനൊന്നുമല്ലല്ലോ. നമ്മൾ ഇത് മെയിനായിട്ട് ഈ വരട്ടിയത് ഉണ്ടാക്കുക നാടൻ ചിക്കനിലാണ് കേട്ടോ ഉണ്ടാക്കുക. അപ്പൊ അതിൽ കുറച്ചധികം വെള്ളം ചേർത്ത് കൊടുക്കാലും, അല്ലെങ്കിൽ നമ്മൾ കുക്കറിൽ വിസിലിട്ടിട്ട് ഒരു വിസിൽ അല്ലെങ്കിൽ 2 വിസിലൊക്കെ അടിച്ചിട്ട് ഇതിലിട്ട് അങ്ങനെ വേവിച്ചെടുത്താലും മതി. അപ്പൊ ഇത് ഇത്രയുള്ള നമ്മളെ സിമ്പിൾ ആയിട്ടുള്ള കൂട്ടുകളൊക്കെ റെഡിയായി. ഇനി നമുക്കിത് നേരെ അടുപ്പത്തേക്ക് വെച്ചു കൊടുക്കാം. അപ്പൊ നമ്മള് ചിക്കൻ അടപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് തിളച്ച് വരണം കേട്ടോ. അപ്പം നമ്മുടെ ചിക്കൻ ഒന്ന് ചെറുതായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്.
അപ്പം നമ്മളൊന്ന് ഇളക്കി കൊടുത്തു. അതിന് ശേഷം നമുക്കൊരു പാത്രം വെച്ചിട്ട് മൂടി വെച്ച് കൊടുക്കാം കുറച്ച് നേരം. അപ്പം നമ്മുടെ ചിക്കൻ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം പകുതി വെവാകുമ്പോൾ നമ്മൾ ഒരു പിടി നാളികേരത്തിൻ്റെ കൊത്ത്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയില്ലേ അത് ചതച്ചതാണ് കേട്ടോ. അപ്പം അതും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ വെന്തിട്ടില്ല എന്ന് തോന്നുകയാണെന്ന് വെച്ചാൽ മാത്രം അടച്ചു വെച്ച് വേവിച്ചാൽ മതി. അപ്പൊ ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് വേവിച്ചു കൊടുക്കണം. ഇനി നമുക്ക് കറി മോഡലാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്കത് യൂസ് ചെയ്യാം കേട്ടോ. ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ അങ്ങനെയൊക്കെ വേണമെങ്കിൽ എടുത്ത് കഴിക്കാം. പക്ഷെ നന്നായിട്ട് വരട്ടിയാണ് ഞാൻ എടുക്കുന്നത്. അങ്ങനെ നന്നായിട്ട് വരട്ടി എടുക്കുമ്പോഴാണ് നമുക്കത് കുറച്ച് ദിവസം വെക്കാനും അതുപോലെ തന്നെ കൊടുത്താക്കാനൊക്കെ പറ്റിയ അതിലത്തെ വെള്ളത്തിൻ്റെ അംശം മൊത്തം കളയണം. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരുവെത്തുമ്പോൾ നമുക്ക് ഇതിലത്തെ മുളകും അതുപോലെ തന്നെ ഉപ്പ് അപ്പോൾ അതൊക്കെ നോക്കി നോക്കാം. അപ്പോൾ എനിക്ക് കുറച്ച് കുരുമുളകിൻ്റെ എരിവ് കുറവുള്ളത് തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് ഒരു 3/4 ടീസ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സ്വല്പം ഉപ്പും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പ് അതുപോലെ തന്നെ കുരുമുളകിൻ്റെ എരിവാണ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. കുട്ടികളൊക്കെ ആണെങ്കിൽ അധികം എരിവുള്ളതൊന്നും അവർക്ക് ഇഷ്ടാവില്ലല്ലോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിലിങ്ങനെ വരട്ടിയെടുക്കണ പ്രോസസ്സാണ് കേട്ടോ കുറച്ച് ഒന്ന് ഡിഫിക്കൽട്ടായിട്ടുള്ളത്. ബാക്കി എല്ലാതും ഈസിയാണ്. പിന്നെ ഈ പരുവാകുമ്പോഴാണ് ഞാൻ ഓഫാക്കി കൊടുക്കുന്നത്. ഈ പരുവം നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ ടെക്സ്ചറിൽ മതി. കുറച്ചൊന്ന് എല്ലാതും മസാലയൊക്കെ ഒന്ന് പൊതിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇതാകുമ്പോൾ ഞാൻ കുറച്ച് കരിവേപ്പിലയും അതുപോലെ തന്നെ ഒരു തരി പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിക്കുന്നത്. പച്ച വെളിച്ചെണ്ണയാണ് ഇതിൽ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഓഫാക്കിയിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച ഉടനെ നമ്മൾ ഓഫാക്കി കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. മിക്സാക്കി കൊടുക്കുക എല്ലാവരും. എന്നിട്ട് അതിന് ശേഷം നമുക്ക് മൂടി വയ്ക്കാം. പക്ഷേ നമ്മൾ കൊണ്ടുപോകാനാണ് ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത് വെച്ചെങ്കിൽ ഇതുപോലെ പോരാ. നമുക്ക് നന്നായിട്ട് വരട്ടിയെടുക്കണം. അതായത് നന്നായിട്ട് ഈ മസാലയൊക്കെ നന്നായിട്ട് കറുത്ത പോലെയാവണം കേട്ടോ. അപ്പം ഞാൻ അത് കാണിച്ചു തരാം ഇതിലെങ്ങനെയാണ് നന്നായിട്ട് വരട്ടിയെടുത്തിട്ടുള്ളതെന്ന്. അപ്പോൾ ദേ അമ്മ നാട്ടിയത് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തയച്ചതാണ് കേട്ടോ ഇത്. അത് തലേദിവസം അതായത് ഉച്ചയ്ക്ക് അവിടുന്ന് പോന്നു. പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോഴാണ് ഇവിടെ എത്തിയത്. പക്ഷേ ഒരു കേടും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ വന്നിട്ട് അതായത് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളത് ചൂടുവെള്ളം വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ തിളപ്പിച്ചിട്ട് നമുക്കൊരു ഗ്രേവി ടൈപ്പ് വേണമെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം. പിന്നെ വെളിച്ചെണ്ണ ഒന്നും കൂടി എക്സ്ട്രാ ഒഴിച്ച് കൊടുക്കണം എന്നൊക്കെ തോന്നുകയെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ വന്നതിന് ശേഷം അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. അത് മഴക്കാലത്ത് കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടും.